UDF വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിലമ്പൂരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം. നമ്മുടെ UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് വള്ളപ്പാട് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ വർഗീയ പ്രചരണങ്ങളെയും ചേർത്തുകൊണ്ട് മതേതരവാദികളായ മതേതര വിശ്വാസികളായ നിലമ്പൂരിലെ വോട്ടർമാർ UDFന് അനുകൂലമായി വിധിയെഴുത്ത് നടത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പച്ചയായ വർഗീയതയാണ് CPM പ്രചരിപ്പിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത നിലയിൽ വർഗീയ പ്രചരണങ്ങൾ CPMനെ പോലൊരു പാർട്ടി അഴിച്ചുവിടുന്നത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പച്ചയായ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് UDFന് അനുകൂലമായി വിധിയെഴുത്ത് നടത്തുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നിലമ്പൂരിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ ഒന്ന് ശബ്ദം ഉണ്ടാക്കണം. കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ എന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളത് CPM ആണ്. എന്തിനേറെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം BJPയുമായി ചേർന്ന്, അന്ന് BJP ഇല്ല, ജനസംഘവുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു പാർട്ടിയാണ് CPM. തീവ്ര വർഗീയ സ്വഭാവമുള്ള ജനസംഘവുമായി അന്ന് കൂട്ടുകെട്ട് ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്ത ആളുകളാണ്. പുതുമയിൽ KG മാരാർക്കും കൂത്തുപറമ്പിൽ പിണറായി വിജയനും CPMും ജനസംഘവും ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്, വോട്ട് വാങ്ങിയതും. കൂത്തുപറമ്പിൽ 5000 വോട്ടിനാണെന്ന് പിണറായി വിജയൻ ജയിക്കുന്നത്. ജനസംഘത്തിന് സഹായമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അസംബ്ലി പോകുമായിരുന്നില്ല. മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിയുമായി ഇതപര്യന്തം കൂട്ടുകൂടിയിട്ടുള്ള പ്രസ്ഥാനം CPM അല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അവരുടെ ഓഫീസിൽ പോയി അവരോട് ചർച്ച നടത്തി അവരുടെ പിന്തുണ തേടിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ 82-ൽ മത്സരിക്കുമ്പോൾ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ ഒരു ക്വസ്റ്റ്യനെയർ കൊണ്ടുവരുമായിരുന്നു. നിങ്ങൾ ഇതിനോടൊക്കെ യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാം. അതായിരുന്നു അവർ അന്ന് പറഞ്ഞിരുന്നത്. പലപ്പോഴും ഞങ്ങൾക്കെതിരായിട്ട് തന്നെയാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുകയും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുകയും അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത പാർട്ടി CPM ആണ്. ദേശീയ തലത്തിൽ BJP ശക്തിപ്പെട്ടപ്പോൾ BJPയുടെ ഏകാധിപത്യത്തെയും വർഗീയതയെയും ചെറുക്കാൻ അവര് കോൺഗ്രസിന് ദേശീയ തലത്തിൽ പിന്തുണ നൽകി എന്നുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായി 2018 മുതൽ കോൺഗ്രസിന് UDFനും അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. അത് വർഗീയ ശക്തിയായ BJPക്കെതിരായി ദേശീയ തലത്തിൽ സ്വീകരിച്ച നയത്തിന്റെ ഭാഗമാണ്. അതുവരെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നും CPMനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്, ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അവരുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് PDPയെ തോളത്ത് കയറ്റി വെച്ചുകൊണ്ട് ഞങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥമാണ്? PDPക്ക് വർഗീയതയില്ലേ? അവരുടെ വർഗീയ സ്വഭാവത്തെ മറന്നുകൊണ്ടാണ് ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് കൂട്ടുകെട്ടൊന്നുമില്ല. ഞങ്ങളെ പിന്തുണച്ചാൽ
പിന്തുണയ്ക്കുമെന്ന് അവർ പറയുന്നു. പിന്തുണയ്ക്കുന്നവരുടെ വോട്ട് വേണ്ടെന്ന് തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റില്ലല്ലോ. അത്രയേ ഉള്ളൂ. അവിടെ അവസാനിക്കുന്നു അത്.